ഇന്ന് ഓയിൽ പേസ്റ്റിൽ യൂസ് ചെയ്ത് വളരെ സിമ്പിൾ, ഈസി ആൻഡ് ബ്യൂട്ടിഫുൾ ആയ ഒരു ചിത്രം നമ്മൾ വരച്ചെടുക്കാൻ പോവുകയാണ്. സോ നമ്മുടെ സീരീസിന്റെ 8ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഓയിൽ പേസ്റ്റൽസിനെ കുറിച്ചുള്ള എൻ്റെ ധാരണ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിച്ചൊരു ദിവസം കൂടിയാണ് ഇന്ന്. ഈ ഒരു മീഡിയം സാമാന്യം നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായത്. സാധാരണ ഞാൻ കണ്ട ഓയിൽ പേസ്റ്റിൽ യൂസ് ചെയ്യുന്ന വീഡിയോസിൽ അതൊക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ടായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ല. നെക്സ്റ്റ് ഓപ്ഷനായിട്ട് ഞാൻ എടുത്തത് നമ്മുടെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ക്രേപ്പ് പേപ്പർ ആയിരുന്നു. അത് വളരെ മനോഹരമായിട്ട് വർക്ക് ചെയ്തു എന്ന് തന്നെ പറയാം. ആൻഡ് എഡ്ജസ് ഒക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബെഡ് സൂഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ പലർക്കും ഒരു ഐഡിയ കിട്ടിക്കാണും ഞാൻ എന്താ വരക്കുന്നതെന്ന്. ഓഫ് കോഴ്സ് ഒരു സ്കൈ ആണ്. സ്കൈ മാത്രമല്ല, അതിൻ്റെ അടിയിൽ ഞാൻ ഒരു കടലും കൂടെ വരക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്നത്തെ ഡ്രോയിങ്ങിന്റെ ബെസ്റ്റ് പാർട്ട് എന്താന്ന് വെച്ചാൽ, ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ്ലി ഒരു 30 മിനിറ്റ് പോലും എനിക്ക് എടുത്തില്ല. ഇപ്പം നിങ്ങളുടെ കയ്യിലും ഓയിൽ പേസ്റ്റിൽ ഉണ്ട്, പക്ഷെ അത് യൂസ് ചെയ്യുമ്പോൾ ഒരു മെന കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഈ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തിട്ടില്ല. ഡോംസിന്റെ 150 GSM പേപ്പർ വരുന്ന 40 രൂപേൻ്റെ സ്കെച്ച് ബുക്ക് പ്ലസ് 40 രൂപയുടെ തന്നെ ഓയിൽ പേസ്റ്റ്. പിന്നെ ഇത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ഓപ്ഷൻസ് ആയിട്ടുള്ളത് ടിഷ്യൂ പേപ്പറും ബെഡ്സും ആണ്. ആദ്യം സ്വല്പം ബലപ്രയോഗം നടത്തേണ്ടി വരും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു ടച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം വളരെ സിമ്പിൾ ആയിരിക്കും. ഈ ഡ്രോയിങ് ഇഷ്ടമായാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ വളരെ ഈസിയാണ്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട.